Hi everyone, welcome to Fundamentals of Investment. Today's topic, stock valuation. The most theoretically acceptable stock valuation method called income valuation or discounted cash flow method involves discounting or finding the present value of future profits. That means dividends, earnings, cash flows the stock will bring to the stockholder in the foreseeable future and a final value on disposition. The discount rate normally has to include risk premium. Stock means any financial asset. Valuation means finding the fair value. So, ഈ പ്രോസസ്സിന് ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡാണ്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ ഡിസ്കൗണ്ട് ചെയ്യുക, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ ഡിസ്കൗണ്ട് ചെയ്യുക എന്നുള്ളത്. ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഐദർ ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് ആൻഡ് ദ ഓൺ മെച്യൂരിറ്റി വാട്ട് എവർ എമൗണ്ട് കംസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഇൻവെസ്റ്റർ. ഇതിൻ്റെ എല്ലാം പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡിൽ ചെയ്യുന്നത്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് സെക്യൂരിറ്റി വാല്യുവേഷൻ വാസ് ഇർവിംഗ് ഫിഷർ, ആൻ എക്കണോമിസ്റ്റ് ആൻഡ് ദ ഫാദർ ഓഫ് മോഡേൺ ക്യാപിറ്റൽ തിയറി. ദ ബിഹേവിയറൽ മെക്കാനിസം യൂസ്ഡ് ടു വാല്യൂ ബോണ്ട്സ് ഈസ് ടു ബി നോൺ ആസ് ഫിഷർ ഇഫക്റ്റ്. ഇൻ ദ കേസ് ഓഫ് ഇക്വിറ്റീസ്, it is the forecast of sustainable growth rate that is the product of recent history and analyst expectation. ഈ വാല്യുവേഷനിൽ ആദ്യമായിട്ട് കോൺട്രിബ്യൂഷൻ നടത്തിയത് ഒരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഇർവിംഗ് ഫിഷറാണ്. ബോണ്ടിൻ്റെ കാര്യത്തിൽ ആ വാല്യുവേഷൻ മോഡലിന് പറയുന്ന പേര് ഫിഷർ ഇഫക്റ്റ് എന്നാണ്. ദ വാല്യുവേഷൻ പ്രോസസ് ഈസ് സെൻറ്റേർഡ് ഓൺ പ്രസൻറ്റ് വാല്യൂ വിച്ച് ഈസ് കമ്പ്യൂട്ടഡ് as discounted value of future stream of benefits. That the discounted cash flow valuation is the foundation on which all other valuation approaches are built. DCF or discounted cash flow uses the future free cash flows of the company discounted by the firm's weighted average cost of capital plus the risk factor measured by beta. If the value arrived at through DCF analysis is lower than the current cost of the investment, the opportunity may be a good one. Again, discounted cash flow technique കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ we have to find out the present value of future cash inflows. That is called discounted cash flow technique. അപ്പോൾ അവിടെ ഒരു ഡിസ്കൗണ്ട് ഫാക്ടർ ആവശ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് റേറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. അതായത് ക്യാപിറ്റലിൻ്റെ ഓരോ സോഴ്സിലൂടെയും കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എമൗണ്ടിൻ്റെ കോസ്റ്റിൻ്റെ ആവറേജിനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദാറ്റ് മേ ബി ഇഫ് 10% ആണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്കിൽ ഡിസ്കൗണ്ട് ഫാക്ടറായിട്ട് നമ്മൾ എടുക്കുക 10% എന്നായിരിക്കും. ഇത് കൂടാതെ ഒരു റിസ്ക് ഫാക്ടറും കൂടി നമ്മളതിൽ ഉൾപ്പെടുത്തണം. റിസ്ക് ഫാക്ടറിനെ ഉൾപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്നത് ബീറ്റയാണ്. ബീറ്റ എന്താണെന്നുള്ളത് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഓർ DCF വാല്യുവേഷൻ പ്രോസസ് ഈസ് കമ്പാരിറ്റീവ്ലി സിമ്പിൾ ഇൻ ദ കേസ് ഓഫ് ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ആൻഡ് പ്രിഫറൻസ് ഷെയർ, ആൻഡ് ഇറ്റ് ഈസ് റാദർ കോംപ്ലിക്കേറ്റഡ് ഇൻ ദ കേസ് ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഈ DCF ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള വാല്യുവേഷൻ എന്ന് പറയുന്നത് ബോണ്ടിൻ്റെ കാര്യത്തിൽ ചെയ്യുന്നുണ്ട്, ഇക്വിറ്റിയുടെ കാര്യത്തിൽ ചെയ്യുന്നുണ്ട്, പ്രിഫറൻസ് ഷെയറിൻ്റെ എനി ഫിനാൻഷ്യൽ അസറ്റിൻ്റെ കേസിൽ നമുക്ക് ഈ വാല്യുവേഷൻ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആ വാല്യൂവിന് പറയുന്ന പേര് ഫെയർ വാല്യൂ എന്നാണ്. ഫെയർ വാല്യൂ ബേസ് ചെയ്തിട്ടാണ് ബൈയിങ് ഡിസിഷൻ അല്ലെങ്കിൽ സെല്ലിംഗ് ഡിസിഷൻ എടുക്കുന്നത്. ബോണ്ടിൻ്റെ കാര്യത്തിൽ ഫെയർ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചതാണ്. അവിടെ അതിനെ ബേസ് ചെയ്തിട്ടാണ് ബൈ ഓർ സെൽ എന്നുള്ള ഡിസിഷൻ എടുത്തിരുന്നത്. സിമിലർലി ഈ DCF ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ ഫെയർ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ബോണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രിഫറൻസ് ഷെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ ഈസിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അതായത്
ബോണ്ടിൻ്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കൂപ്പൺ റേറ്റ് അനുസരിച്ചിട്ടാണ് ഇൻട്രസ്റ്റ് എമൗണ്ട് ലഭിക്കുക. കൂപ്പൺ റേറ്റ് ഈസ് ഓൾറെഡി ഫിക്സ്ഡ്. സിമിലർലി ഡിവിഡൻഡ് റേറ്റ് എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയറിൻ്റെ കാര്യത്തിൽ ഫിക്സ്ഡ് ആണ്. ആ ഡിവിഡൻഡ് റേറ്റ് അല്ലെങ്കിൽ ആ പെർസെൻറ്റേജ് അനുസരിച്ചിട്ടായിരിക്കും ഡിവിഡൻഡ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ലഭിക്കുന്നത്. അത് കാരണം അവിടെ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് വളരെ സേർട്ടൺ ആണ്, അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ആണ്. അത് കാരണം വാല്യുവേഷൻ DCF വാല്യുവേഷൻ ഈസി ആയിട്ട് ചെയ്യാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഇക്വിറ്റി ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. The complication arises in view of the fact that means complication of equity valuation arises in view of the fact that the future stream of earnings is neither specific as in the case of preference shares nor perfectly known in advance as an obligation as in the case of bonds and debentures. So equity valuation is very complicated. Only reason is the cash flows are not certain, whereas in the case of bonds and preference shares the amount is already prefixed. So equity valuation ആണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് വാല്യുവേഷൻ. That is all about stock valuation. Let us conclude today's discussion. Thank you.